ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് കുറച്ച് സങ്കടത്തോടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിയക്കുട്ടിയെ സ്കൂളിൽ വിളിക്കാൻ പോവാണ്. അവളുടെ കിൻഡർ ഗാർഡനിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഒരു 2 ഇയേഴ്സ് മുന്നേ, അതായത് അവൾക്ക് 4 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കിയത് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ലാറ്റ്വിയയിൽ എത്തിയതും. അപ്പോൾ അവൾ എത്ര വലുതായാലും അവൾ ഒരിക്കലും ഈ ഒരു കിൻഡർ ഗാർഡൻ മറക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം ആക്ടിവിറ്റീസ് അവളെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വിമ്മിങ്ങും കയാക്കിങ്ങും പിന്നെ റോളർ സ്കേറ്റിങ്ങും ഐസ് സ്കേറ്റിങ്ങും ഐസ് സ്കീയിങ്ങും സൈക്ലിങ്ങും, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം ഐറ്റംസ് അവൾ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ 2 ലാംഗ്വേജും, അങ്ങനെ കുറേ കാര്യങ്ങൾ അവളെ ഇവിടെ പഠിപ്പിച്ചു. അപ്പോൾ അവൾ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ കുറിച്ച് ഭയങ്കര കാര്യമായിരുന്നു. അവൾക്ക് സപ്പോർട്ട് കൊടുത്തതും അവളെ കെയർ ചെയ്തതും, ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചറിനോട് ആ ഒരു ഗുഡ് ബൈ പറയുന്ന ആ ഒരു മൊമെൻ്റ്, അതെനിക്ക് ശരിക്കും ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു ആ ടീച്ചർ കരയുന്നത് വരെ ഞാൻ കണ്ടു. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. സാധാരണ ഞാൻ വിളിക്കാൻ വരാൻ നേരത്ത് ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ അവളോട് പറയും. പക്ഷേ ഇന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൾ എത്ര ടൈം എടുക്കുന്നോ അത്രയും ടൈം എടുത്ത് കളിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അവളങ്ങനെ അവിടെ കാണുന്ന എല്ലാ ഐറ്റംസിനകത്തും കയറി കളിച്ച് മ്യൂസിക്കൊക്കെ വായിച്ച് ഞങ്ങളങ്ങനെ പതുക്കെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. കുറേ സാധനങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇവർ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഐസ് സ്കേറ്റിങ്ങിനും റോളർ സ്കേറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് തന്നെ ഒരു ടാസ്ക്കാണ് കേട്ടോ. ഞാനങ്ങനെ ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സാധാരണ ഇവിടെ ഇങ്ങനെ ബോക്സ് ഫുള്ളായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നപ്പോൾ കുറേ പാരൻസ് എല്ലാം ബോക്സൊക്കെ അങ്ങനെ എടുത്തിട്ട് പോയി. അപ്പോൾ ഇനി നീക്കുട്ടിയുടെ ഐറ്റംസ് എടുക്കണം. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ ഗാർഡ്, എൽബോ ഗാർഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്കിന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ നല്ല ലഗേജ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും അങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ ഇവർ എക്സ്ട്രാ സാൻഡൽസ് ഒക്കെ വേണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഉച്ചയ്ക്ക് ബ്രഷ് ചെയ്യിപ്പിക്കാറുണ്ട്. ബ്രഷ്, പേസ്റ്റ്, ശരിക്കും ഞങ്ങളിത് മേടിച്ച് കൊടുത്ത ഓർമ്മയായിരുന്നു ശരിക്കും ഞങ്ങൾക്ക്. പിന്നെ അവൾ ചെയ്ത കുറേ വർക്ക്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ബോക്സിനകത്താക്കി പാക്ക് ചെയ്യുകയാണ്. പിന്നെ ഇവളുടെ ക്ലാസ്സിനകത്തുള്ള വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കിയപ്പം ആ ഒരു റൂം ലോക്ക്ഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഞാൻ കണ്ടത്. ഇവരുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ മന്ത് എഴുതി വെച്ച്, ഡേറ്റ് എഴുതി വെച്ചിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവസാനമായിട്ട് ആ ഒരു കിൻഡർ ഗാർഡൻ്റെ പടി ഇറങ്ങുവാണ്. അപ്പം ശരിക്കും നീയയ്ക്ക് എന്നും ലൈഫിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു കിൻഡർ ഗാർഡൻ ആണിത്. ആ ഒരു ലൈഫ് അവൾ എന്നും മിസ് ചെയ്യും. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.